പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിയെ 130ഓളം സഹപാഠികൾക്ക് മുന്നിലിട്ട് പരസ്യമായ വിചാരണ ചെയ്യുക, 4 ദിവസത്തോളം തുടർച്ചയായി പീഡിപ്പിക്കുക, നഗ്നനാക്കി നിർത്തിക്കൊണ്ട് എന്തെല്ലാം അതിക്രമങ്ങൾ ആ സഹോദരന്റെ ശരീരത്തിൽ കാണിക്കാൻ പറ്റുമോ ഒരു തരത്തിലുള്ള ലജ്ജയുമില്ലാതെ മനുഷ്യത്വമില്ലാതെ അത് മുഴുവൻ ചെയ്യുക. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും ഇന്നലെ കേരളത്തോട് പറഞ്ഞത്, അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചപ്പോ അവന്റെ വയറ്റിൽ 1 മണി അരി ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. 1 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നില്ല വയറ്റിൽ. അവനെ കൊല്ലുന്നതിന് മുമ്പ് 1/2 ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തുകൂടെ എന്ന് ആ അച്ഛന്റെ ചോദ്യം അത് നമ്മെ ഏറെ അവതരിപ്പിക്കുന്നത്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ആൾക്കൂട്ട വിചാരണ നടത്തി ആളുകളെ കൊല്ലുന്ന തരത്തിൽ ഭീകരവാദ സംഘടനകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള തെമ്മാടിക്കൂട്ടമായി ആർഷോ കൂട്ടം മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന എന്ത് അനാശാസ്യ പ്രവണതകളുണ്ടെങ്കിൽ അതിന്റെ ഒരറ്റത്ത് SFI എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് കേസുകളായിക്കൊള്ളട്ടെ, സ്ത്രീ പീഡനങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് ഗുണ്ട അക്രമങ്ങളായിക്കൊള്ളട്ടെ, എന്ത് കേസും ഈ കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വാലിന്റെ ഒരറ്റത്ത് SFI-കാരുണ്ടാകും. ഈ SFI-കാര് മുഖ്യമന്ത്രിക്ക് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ കൂട്ടത്തിൽ SFI-കാരുണ്ടായിരുന്നു. അന്ന് DYFI-കാരെയും SFI-കാരെയും മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവർ ജീവൻ രക്ഷാപ്രവർത്തകരാണ് എന്നാണ്. ഒരുപക്ഷെ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവർ സാംസ്കാരിക പ്രവർത്തകരെന്ന് നാളെ വേണമെങ്കിൽ MA ബേബിയും മുഖ്യമന്ത്രിയും വിശേഷിപ്പിക്കും. ഇത്തരത്തിലുള്ള തെമ്മാടി കൂട്ടങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ്. CPM-ന്റെ താങ്ങിലും തണലിലുമാണ് ഇത്തരം തെമ്മാടിത്തങ്ങൾ ചെയ്യാൻ ഇവർക്ക് പ്രേരണ കിട്ടുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളാണ്. കുട്ടികൾ ഭയന്നിട്ട് പുറത്തു പറയുന്നില്ല. ഇതിനു മുമ്പും ഇതിനു സമാനമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ ഉൾപ്പെടെ രാസലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ SFI-യുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വ്യാപകമായി നടക്കുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ അവിടുത്തെ കോളേജ് അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അവിടുത്തെ അധ്യാപകന്മാർ, അനധ്യാപകന്മാർ, ഡീൻ, അതുപോലെ തന്നെ രജിസ്ട്രാർ, ഇവരെല്ലാം തന്നെ SFI-യുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ്. ആ ഡീൻ എന്ന് പറയുന്ന മഹാനുണ്ട്. ആ ഡീൻ എന്ന് പറയുന്ന മഹാൻ ഈ പറയുന്ന സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയ ആ ഹോസ്റ്റലിൽ നിന്ന് ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിലാണ് ആ ഡീനുള്ളത്. ഇത്രയും ക്രൂരമായിട്ടുള്ള പൈശാചികമായ കൃത്യം നടന്നിട്ട് അതിനെപ്പറ്റി ഡീൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡീനിന്റെ കൃത്യമായ അറിവോട് കൂടി തന്നെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. അവൻ നിലവിളിച്ച ശബ്ദം അവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ കേട്ടിട്ടുണ്ട്. ആ ശബ്ദം കേട്ട് താഴേക്ക് ഇറങ്ങി വന്നു എന്ന് കുട്ടികളുടെ മൊഴിയുണ്ട്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ പോലീസ് അറിഞ്ഞത്. ഡീനിന്റെ ബോധോദയം വന്നത്. അവിടുത്തെ സഹപാഠികളായിട്ടുള്ള ചില മനുഷ്യത്വമുള്ള ചില വിദ്യാർത്ഥികൾ അവർ UGC-ക്ക് പരാതിപ്പെട്ടു. അവിടെ റേഡിംഗ് നടന്നിട്ടുണ്ട്, ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട്, ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനൊരു കൊലപാതകം കേട്ട് കഴിഞ്ഞു. വിചാരണ നടത്തി കൊന്നു എന്നുള്ള ചരിത്രം CPM-ന് കേരളത്തിന് മുമ്പുണ്ട്. CPM-ന്റെ ചില സംസ്ഥാന നേതാക്കന്മാർക്ക് മൊബൈലിൽ കാണിച്ചു കൊടുത്ത് ഇതാണോ പ്രതി എന്ന് ചോദിച്ച് പരസ്യമായിട്ട് തല്ലിക്കൊന്ന ചരിത്രം കേരളത്തിലുണ്ട്. അതേപോലുള്ള പരസ്യമായിട്ടുള്ള വിചാരണ നടത്തിയിട്ടാണ് സിദ്ധാർത്ഥിനെ കൊന്നിരിക്കുന്നത്. ശരീരത്തിൽ മർദ്ദനമേക്കാത്ത ഒരു സ്ഥലം പോലുമില്ല. ഇൻക്വസ്റ്റ് നടത്തിയപ്പോ ഇവിടുത്തെ പോലീസുകാർക്ക് അറിയില്ലായിരുന്നു ഇത് അസ്വാഭാവിക മരണമല്ല എന്ന്. കേരളത്തിലെ പോലീസുകാർ എങ്ങനെയാ ഇത് അസ്വാഭാവിക മരണമല്ല, ഇത് നോർമൽ ഡെത്താണ് എന്ന് ആദ്യഘട്ടത്തിൽ, പ്രാഥമിക ഘട്ടത്തിൽ എങ്ങനെയാ വിലയിരുത്തിയത്, എങ്ങനെയാ വിധി എഴുതിയത്? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ബോഡി കണ്ടാൽ അറിഞ്ഞൂടെ അത്ര മാരകമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റിട്ടുള്ളത്. 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. കേരളത്തിലെ പോലീസ് ഇത് അട്ടിമറിക്കാൻ വേണ്ടി നോക്കി. ആർക്കു വേണ്ടി? ഇവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗഗാറിൻ. ഈ ഗഗാറിന് ഈ വെറ്ററിനറി കോളേജിനകത്ത് എന്താ കാര്യം? ഈ ഗഗാറിനുമായിട്ട് ഉയർന്നു വരുന്ന നിരവധിയായിട്ടുള്ള പരാതികളുണ്ടല്ലോ. വയനാട് ജില്ലയിൽ നടന്ന പല ദുരൂഹ മരണങ്ങളിലും ഈ ഗഗാറിന്റെ പേര് ചേർത്ത് വായിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം?
കാര്യക്ഷമമായ അന്വേഷണമില്ലാത്തത്? വെറ്ററി സർവകലാശാലയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള പരാതി ഉണ്ടായിരുന്നല്ലോ. ആ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടല്ലോ. എന്താ അന്വേഷണമില്ലാതിരുന്നത്? ഗഗാറിൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഈ പറയുന്ന പൂക്കോട് വെറ്ററി കോളേജിനകത്തുള്ള ഇത്തരം ഇടപാടുകളുമായിട്ട് എന്താ ബന്ധമുള്ളത്? SFI-യുടെ പ്രവർത്തകരാണ് എല്ലാ പ്രതികളും. SFI 4 പേരെ പുറത്താക്കിയെന്ന് പറയുന്നത്. എന്ത് 4 പേര്? ഇതിലുള്ള മുഴുവൻ പ്രതികളും SFI-ക്കാരാണ്. 4 പേര് മാത്രമല്ല. ഞങ്ങളുടെ SFI ഇങ്ങനെയല്ല. ഇതാണ് പുതിയ ക്യാപ്സ്യൂൾ. SFI ഇങ്ങനെയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ മുഴുവൻ SFI ഇങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള തെമ്മാടിക്കൂട്ടത്തിന്റെ പര്യായമാണ് SFI എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അക്രമകാരികളുടെ പര്യായമാണ് SFI എന്ന് പറയുന്നത്. ഈ ആർഷോ കൂട്ടമുണ്ടല്ലോ, ഇത് കേരളത്തിലെ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഈ ആർഷോ തെമ്മാടിക്കൂട്ടങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ അച്ഛനെയും അമ്മയുടെയും കണ്ണുനീരും അത് കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല. കേരളം മുഴുവൻ വിങ്ങുകയാണ്. അത്ര മൃഗീയമായിട്ടല്ലേ ഈ കൊലപാതകം നടന്നിട്ടുള്ളത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, യുവമോർച്ചയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ അന്വേഷണം കേരളത്തിന്റെ പോലീസ് വിചാരിച്ചാൽ നടക്കില്ല. 10 ദിവസമായിട്ടും 10 ദിവസം കഴിഞ്ഞിട്ടും മുഴുവൻ പ്രതികളെയും എന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കേരള പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കേരള പോലീസിന് പിടിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് പിടിക്കണമെങ്കിൽ ഉത്തരവ് വേണം. AKG സെന്ററിൽ നിന്നുള്ള ഉത്തരവ് വേണം. അവിടെ ചില ആളുകളെ പിടിക്കും, ചില ആളുകളെ സംരക്ഷിക്കും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI-യുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കേരളത്തിൽ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് മഹാരാജാസിൽ നിന്ന് തുടങ്ങിയ കേസുകളുടെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ കേസുകളും അട്ടിമറിച്ചിരിക്കുന്നു. കേരളത്തിലെ പോലീസിന് നിഷ്പക്ഷമായ അന്വേഷണം സാധ്യമല്ല. ഇവിടുത്തെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് ഇതിൽ SFI ആയിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഏത് പാർട്ടിയായിട്ട് ബന്ധമുള്ളത്? ഈ സംഭവത്തിൽ SFI-ക്കല്ലാതെ വേറെ ആർക്കാ പങ്കുള്ളത്? SFI-ക്കാരായിട്ടുള്ള ആളുകളാണ് യൂണിറ്റ് സെക്രട്ടറി, അവിടെ യൂണിയൻ ചെയർമാൻ, SFI-യുടെ വെറ്ററി സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളുകൾ. ഇതിലുള്ള മുഴുവൻ ആളുകളും SFI-യുടെ നേതാക്കന്മാരാണ്, SFI-യുമായി ബന്ധമുള്ളവരാണ്. പിന്നെ എങ്ങനെയാ SFI-യുമായിട്ട് ബന്ധമില്ല എന്ന് പറയുക? അങ്ങനെ ഒരു വിധി തീർപ്പിലേക്ക് എങ്ങനെയാ പോലീസ് എത്തുന്നത്? ഇത് SFI ചെയ്ത കൊലപാതകമാണ്. SFI-യുടെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത കൊലപാതകമാണ്. അതുകൊണ്ട് SFI-ക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് ഈ അന്വേഷണം കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്ന കാര്യമില്ല. 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് പ്രതികളെ കണ്ടെത്താൻ പറ്റുന്നില്ല, മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ പോലീസ് ആ പണിയിൽ നിർത്തണം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇത് സ്വാഭാവിക മരണമാണ് എന്ന് കണ്ടെത്തിയ കുറെ വിദ്വാന്മാരുണ്ടല്ലോ കേരളത്തിലെ പോലീസിനകത്ത്. കോപ്പിയടിച്ച് പാസ്സായിട്ടുള്ള കുറെ വിദ്വാൻമാർ, അവരങ്ങനെ തന്നെ വിളിക്കണം. ഒരു ശരീരം കണ്ടാൽ, ഒരു ഡെഡ് ബോഡി കണ്ടാൽ അത് അസ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത പൊട്ടന്മാരായിട്ടുള്ള ചില പോലീസുകൾ. അവർ പൊട്ടന്മാരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണ്. അത്തരം ആളുകളെ ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അസ്വാഭാവിക മരണമാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിധി തീർപ്പിലേക്ക് എത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ വിധേയരായിട്ട് സസ്പെൻഡ് ചെയ്യണം. ആർക്ക് വേണ്ടിയാണ് ഈ കേസ് അട്ടിമറിക്കാൻ നോക്കിയത് അത് പുറത്തു കൊണ്ടുവരണം. സർവകലാശാലയിലെ ഡീൻ ഉണ്ടല്ലോ, ഡീൻ, രജിസ്ട്രാർ, ഇത്തരം ആളുകളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണം. ഡീന് ഈ കൊലപാതകത്തിൽ കൃത്യമായ പങ്കുണ്ട്. ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത് കൂട്ടുനിന്നിരിക്കുന്നത് ഡീനാണ്. ഇവിടുത്തെ പ്രതികളെ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഗഗാറിനാണ്. ഗഗാറിൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങളും ആ ക്യാമ്പസിനകത്ത് നടന്നേറുന്നത്. ഗഗാറിനൊപ്പം തീർക്കണം. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. കേരളത്തിന്റെ പോലീസിന് ആർജവുണ്ടോ? നിങ്ങൾ ഗഗാറിനെ ചോദ്യം ചെയ്യുക, നിങ്ങൾക്ക് മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കിട്ടും. ഗഗാറിന്റെ സംരക്ഷണത്തിലാണ് എല്ലാ പ്രതികളും ഉള്ളത്. അപ്പോ ഗഗാറിനെയും ഡീനിനെയും രജിസ്ട്രാറെയും ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം നടത്തണം. ആ സർവകലാശാലയിൽ, പൂക്കോട് വെറ്ററി സർവകലാശാലയിൽ കുറെ വർഷങ്ങളായി നടന്നിട്ടുള്ള നിയമനങ്ങൾ എല്ലാം CPM-ന്റെ പാർട്ടി നിയമനങ്ങളാണ്. വേണ്ട വിധത്തിലുള്ള അർഹമായിട്ടുള്ള ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളാണ് അവിടെ അധ്യാപകരായി, അനധ്യാപകരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് CPM-ന് കൊടുക്കുന്ന പ്രത്യുപകാരമാണ് ഇത്തരം വിശ്വാസത്തിന് കൂട്ടുനിൽക്കുക. ഒരു ഡീൻ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുക? SFI-യുടെ യൂണിറ്റ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പറയുന്ന ഡീൻ എന്ന് പറയുന്ന മഹാനാണ്. ഡീൻ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പാടുണ്ടോ? ഡീനാണ് അവിടെ SFI-യുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അദ്ദേഹമാണ് അവിടെ പാർട്ടി സെക്രട്ടറിയുടെ, ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെയുള്ള പണി ഈ ഡീനാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡീനിനെ കൃത്യമായി ഒരു നിമിഷം പോലും വഴക്കാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്.
അവിടുത്തെ ഒരു രജിസ്ട്രാർ ഉണ്ടല്ലോ, ആ മഹാനപടി പറയുന്നത് ആ രജിസ്ട്രാർക്ക് ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലെന്ന. ഗാന്ധിധാം സർവകലാശാലയിൽ നിന്ന്, ഒരു പെട്ടിക്കടയിൽ നിന്ന് ഉള്ള ഏതൊരു സെന്ററിൽ നിന്നും ഒരു സർവകലാശാല സർട്ടിഫിക്കറ്റ് ആണ് പോലുള്ളത്. പാർട്ട് ടൈം PhD, ആർക്കും പൈസ കൊടുക്കാൻ കിട്ടുന്ന PhD ആണ് പോലുള്ളത്. ആ PhD-യുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. ഇത്തരത്തിൽ വ്യാജ ബിരുദങ്ങളുള്ളവർ, തട്ടിക്കൂട്ട ബിരുദങ്ങളുള്ളവരാണ് ഈ പറയുന്ന വെറ്ററി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കില്ല. സിദ്ധാർത്ഥ് ചെയ്ത തെറ്റല്ല, സിദ്ധാർത്ഥ് ചെയ്ത തെറ്റ് സിദ്ധാർത്ഥ് മുടുക്കനായിരുന്നു. അവൻ എല്ലാ വിദ്യാർത്ഥികളോടും നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. അവിടുത്തെ നല്ല അധ്യാപകന്മാർ, സിദ്ധാർത്ഥിന് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. എല്ലാ അധ്യാപകരെയൊന്നും ഞങ്ങൾ അപ്പോഴത്തെ പെടുത്തില്ല, എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ പെടുത്തില്ല. 130 കുട്ടികളെ മുന്നിലിട്ടാണ് ആ പാവത്തിനെ മർദ്ദിച്ചത്. 3 ബെൽറ്റ് പൊട്ടി തീർന്നു എന്നാ പറഞ്ഞത്. 3 ബെൽറ്റ് മുഴുവൻ പൊട്ടി. 3 ബെൽറ്റ് പൊട്ടുന്നത് വരെ അടിച്ചു. ഒരിറ്റ് വെള്ളം കൊടുക്കാതെ, 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ സാധിക്കും. മൃഗങ്ങൾ പോലും ചെയ്യില്ല. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരായി ഈ കമ്മ്യൂണിസ്റ്റ് തെമ്മാടിക്കൂട്ടം, SFI തെമ്മാടിക്കൂട്ടം മാറിയിരിക്കുന്നു എന്ന്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ക്യാപ്സ്യൂളുകളായി തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് ഉണ്ടാക്കില്ലല്ലോ. കേരളത്തിൽ കുറെ സാംസ്കാരിക നായകന്മാർ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, കുറെ സിനിമാ പ്രവർത്തകന്മാർ എന്താ ഒരൊറ്റൊന്നും ഉണ്ടാക്കുന്നത്? വായിലുള്ള പഴനിരിക്കുകയാണ്. ഇത്രയും നിഷ്ഠൂരമായ മൃഗീയമായ കൊലപാതകം നടന്നിട്ട് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള സാംസ്കാരിക നായകന്മാർക്ക് ഉണ്ടാക്കുന്നില്ല. അവരെ സാംസ്കാരിക നായകന്മാർക്ക് പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് സാംസ്കാരിക ലോകത്തിന് അപമാനമാണ്. അത്തരം ആളുകൾ മെഡലുകൾക്ക് വേണ്ടി, അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾക്ക് വേണ്ടി ഒച്ചാണിച്ച് പഞ്ചമുച്ചമടക്കി പിണറായി തമ്പുരാന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അത്തരം സാംസ്കാരിക നായകന്മാർ കേരളത്തിന് അപമാനമാണ്. തുറന്ന് പറയാൻ ആർജവത്തോളം നട്ടലുള്ളവരായിട്ട് മാറാൻ ഇത്തരത്തിലുള്ള സാംസ്കാരിക നായകന്മാർക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. യുവമോർച്ച ആവശ്യപ്പെടുന്നു, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. കേരള പോലീസിനെ കൊണ്ട് അന്വേഷണം സാധ്യമല്ല. കേരള പോലീസ് അന്വേഷിച്ചാൽ, പിണറായി വിജയൻ പോലീസ് അന്വേഷിച്ചാൽ ഈ അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല. ഇത് സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണം. CBI ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ്. സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്തു വരുള്ളൂ. അവിടുത്തെ CCTV ഉണ്ടല്ലോ, ആ CCTVകൾ പോലും പരിശോധിക്കുന്നതാണ്. ഈ ഡീനിന്റെ ഓഫീസിൽ രാത്രിയിൽ നട്ടപ്പാതിര നേരത്തെ മീറ്റിംഗ് നടന്നല്ലോ. ഇന്നലെ ആ വെറ്ററി കോളേജിനകത്ത് SFIയുടെ ജില്ലാ കമ്മിറ്റി നടന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ CCTV പരിശോധിക്കുക. ആ CCTV പരിശോധിച്ചാൽ സത്യം പറയും, ഒരുപാട് തെളിവുകൾ കിട്ടും. എന്താ കേരള പോലീസ് CCTV പരിശോധിക്കാൻ പഠിക്കുന്നത്, അതാക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. കേരള പോലീസിന് അന്വേഷിച്ചാൽ ഒരു സ്ഥലവും ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ്. ഈ സംഭവത്തിൽ കൃത്യവിലോപം കാണിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കണം. അവരെ മാറ്റി നിർത്തണം. ഈ ക്യാമ്പസിൽ നടക്കുന്ന ലഹരി മാഫിയ പ്രവർത്തനങ്ങളെ കുറിച്ചോ സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ്. SFIയുടെ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ ലഹരി മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഗുണ്ടാപ്പണികൾക്ക്, ലഹരി മാഫിയകൾക്ക് എല്ലാം നേതൃത്വം കൊടുക്കുന്ന SFIയുടെ നേതാക്കന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ്. ഡീന്റെയും രജിസ്ട്രാറെയും ഈ ക്യാമ്പസിലെ ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട ചില ആളുകൾ, അധ്യാപക സമൂഹത്തിന് തന്നെ അപമാനമാണ് അത്തരം ആളുകൾ. അവരെയൊക്കെ അന്വേഷണം തുടരാനുള്ള ധാർമ്മികതയില്ല. അവർക്ക് നടപടിയെടുക്കണം എന്നുകൂടി യുവമോർച്ച ആവശ്യപ്പെടുകയാണ്. ഗഗാറിൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വയനാട്ടുകാരനാണല്ലോ. ഗഗാറിൻ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ ഇതിന്റെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ടു എന്ന് കൃത്യമായി പറയുന്നത്. അവിടുത്തെ കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട് പേര് പുറത്തു പറയാൻ മടിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ പറയുന്നത്, ഞങ്ങളോട് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഗഗാറിൻ ഇടപെടുന്നു. ഗഗാറിൻ ഒത്തുകളയും അവിടെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ഈ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് കുട്ടികൾ പറയുകയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് നേരിട്ട് ഈ ക്യാമ്പസിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ അന്വേഷണം നടക്കട്ടെ, ഗഗാറിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കട്ടെ, ഗഗാറിനെ ചോദ്യം ചെയ്യട്ടെ. കൃത്യമായി പുറത്തുവരും ഗഗാറിനുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം മാത്രമല്ല, നിരവധി കൊലപാതകങ്ങൾ ഗഗാറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഗഗാറിന് പങ്കുണ്ട്. ആ ക്രിമിനലിന്റെ യഥാർത്ഥ മുഖം അന്വേഷണത്തിലുള്ള വെളിപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അതെ. നിയമ നടപടി എന്തെങ്കിലും സ്വീകരിക്കും?
യുവമോർച്ച ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ തന്നെ ആ പരാതി ഞങ്ങൾ കൈമാറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ.